ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ ഒരു പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ മധുസൂദനൻ സച്ചിക്ക് എന്തെങ്കിലും പണി കൊടുക്കണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആന്റണി. സച്ചിക്ക് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ. അപ്പൊ ആന്റണിയും സച്ചിക്ക് എന്തെങ്കിലും പണി കൊടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ്. തക്കം കിട്ടിയാൽ അവൻ എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ ആന്റണിയുടെ കൈ കിട്ടുകയാണ് അവനെ. നമ്മുടെ രേവതിക്ക് 500 പൂമാലയുടെ ഓർഡർ സച്ചി സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ കയ്യിൽ നിന്നായിരുന്നല്ലോ ആദ്യത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്, സമൂഹ വിവാഹത്തിന്. അപ്പൊ ആ രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പൊ സച്ചി നല്ല ബോണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ അയാളെ വിളിച്ച ഒരു ട്രിപ്പിന് സച്ചി പോവുകയാണ് കേട്ടോ. അപ്പൊ അവരെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ അവര് ബാർ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ബാറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചി പുറത്ത് നിൽക്കാൻ കേട്ടോ. അവര് കുറെ സച്ചിനെ കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. വായോ ഒന്ന് ഒരു പെഗൊക്കെ കഴിക്കാം, നമുക്കൊന്ന് ചില്ലിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയാണ്, ഇല്ല സർ വേണ്ട, ഞാൻ രാവിലെ കുടിക്കാറില്ല എന്ന് പറയാണ്. അപ്പൊ അയാള് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അറിയണ്ട്. അപ്പൊ ഇവന്റെ കൂടെയുള്ള കൂട്ടുകാരനും പറയുന്നുണ്ട്, നീ വായോ, സാർ ഇത്ര നിർബന്ധിക്കുന്നല്ലടാ, എങ്ങനെ സാറിനോട് വേണ്ടാന്ന് പറയാന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അതല്ല സർ, സാറിനൊന്നും തോന്നരുത്, ഞാൻ രാവിലെ കുടിക്കാറില്ല, പിന്നെ അതല്ല ഞാൻ വണ്ടി ഓടിക്കുമ്പോ കുടിക്കാറില്ല, ആൾക്കാരെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകേണ്ടതല്ലേ, അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോ കുടിക്കാറില്ല, അതെനിക്ക് ശരിയാവില്ല എന്ന് പറയാണ്. അപ്പൊ ആള് പറയുന്നുണ്ട്, ഓക്കെ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, നല്ല കാര്യമാണ്, വണ്ടി ഓടിക്കുമ്പോൾ കുടിക്കാതിരിക്കുന്നത് നല്ല കാര്യമാണ്, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന്, എന്നാ നീ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാന്ന് പറയണം. അങ്ങനെ സച്ചി അതിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ കുറെ നേരം സച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ സച്ചിക്ക് മടുക്കുന്നുണ്ട് കേട്ടോ, ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഇവരോടൊപ്പം ഒന്നും പറയാനൊന്നും സച്ചിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവനൊരു കോള് വരിക. അവനൊരു ട്രിപ്പും കൂടി വരുന്നുണ്ട്. ഒരു ഓട്ടം വരുമ്പോ കുറച്ച് ലോങ് ആണ്, അത്യാവശ്യം പൈസ കിട്ടുന്ന അവന്റെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ. അപ്പൊ സച്ചി അപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ വെച്ചു. എന്നിട്ട് ഉള്ളിൽ കയറി ചെന്നിട്ട് ഇവരോട് എങ്ങനെയെങ്കിലൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് സച്ചി ബാറിന്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ. അപ്പൊ ഈ ബാറിന്റെ ഉള്ളിൽ കയറുമ്പോ സച്ചി ആരെയും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവിടെ ആന്റണിയുടെ കൂട്ടാളികളൊക്കെ കൂടിയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ ശ്രദ്ധയില് ഇവൻ പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇവൻ ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത് വന്നിട്ട് ഇവർക്ക് സംസാരിക്കുമ്പോ അപ്പൊ ആ സച്ചി വായോ ഇരിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് സച്ചിനെ വിളിക്കട്ടോ. അപ്പൊ സച്ചി വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം, എന്നാ നീ എനിക്കൊരു പെഗ് ഒഴിച്ച് തായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ആ ഗ്ലാസ് ഒക്കെ എടുത്ത് ഈ കുപ്പി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റണി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് അളവായിട്ട് മദ്യം ഒഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ച് സച്ചി ഇതാക്കിയിട്ട് ഇങ്ങനെ അവർക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ സച്ചി ചെയ്യുന്നതൊക്കെ ഇവർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ സച്ചിക്ക് വേണോന്ന് വീണ്ടും ഈ രാഷ്ട്രീയക്കാരൻ ചോദിക്കുമ്പോ സച്ചി പറയും വേണ്ട സർ എന്ന് പറയും. എന്നാൽ നീ ടച്ചിങ്സ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടച്ചിങ്സ് പോലെ എന്തോ ഒരു പ്ലേറ്റിലാക്കിയിട്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സച്ചി മാറി ഇരുന്നിട്ട് ഒരു ഒഴിഞ്ഞ ടേബിളിന്റെ അവിടെ പോയിരിക്കും. ആ ടേബിളിന്റെ മുന്നിൽ നിറച്ച് ബിയറും കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബിയറും കുപ്പി, വേറെ കുറച്ച് കുപ്പികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ അതിന്റെ ഒരു സൈഡിൽ പോയിരിക്കുന്നുണ്ട്, ഇത് കഴിക്കാൻ തുടങ്ങണം. അപ്പൊ ഈ ബിയറും കുപ്പി ഇവൻ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ തുടങ്ങുന്നതും ഒക്കെ ഇവര് ആന്റണി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സച്ചി എന്നിട്ട് ഒതുങ്ങി ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ടച്ചിങ്സ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, സാർ എനിക്കൊരു ഓട്ടം ഉണ്ട്, കുറച്ച് കാശ് കിട്ടുന്നതാണ്, പിന്നെ എനിക്ക് സ്ഥിരം വരുന്ന കസ്റ്റമർ ആണ്, അപ്പൊ ഞാൻ സാറിന് ഇറങ്ങാറാകുമ്പോ വേണിച്ച് വേറൊരു വണ്ടി റെഡിയാക്കി തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാനുണ്ടോ. സച്ചി നല്ല മര്യാദയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഇത് നിനക്ക് നേരത്തെ പറയാന്നില്ലേ, കുഴപ്പമില്ലേ, വണ്ടിയൊന്നും ശരിയാക്കണ്ട, ഞങ്ങൾ ഇവിടുന്ന് വേറെ വണ്ടി വിളിച്ചോളാം, നീ ഇവന് പൈസ കൊടുക്കുന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫ്രണ്ടിനോട് പറയാണ്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സച്ചി അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആന്റണി എന്താ ചെയ്തത് വെച്ചാ, ആന്റണിയുടെ കുറച്ച് കൂട്ടാളികളെ വിട്ടിട്ട് സച്ചിന്റെ എതിരെ വന്ന് ഇടിക്കാനും അങ്ങനെ കള്ളുകുടിയനാണെന്നുള്ളൊരു പ്രതീതി വരുത്തി തീർക്കാൻ വേണ്ടി സച്ചി നടന്നു പോകുമ്പോഴൊക്കെ സച്ചിനെ ഇടിക്കാനും സച്ചിനോട് വെറുതെ വഴക്കിടാനൊക്കെ തുടങ്ങും. ആ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ സച്ചി അതിനൊക്കെ സോൾവ് ചെയ്ത് സച്ചി പോവുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, സച്ചി പോയി. എന്നിട്ട് ഈ ആന്റണി എന്താണ് പറയുന്നത്, ഈ വീഡിയോയിലത്തെ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു കുടിയൻ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ ആ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കുടിച്ച് വണ്ടി ഓടിക്കുന്ന കാർ ഡ്രൈവറെ പറ്റി നീ ഒരു വീഡിയോ ഇടണം എന്ന് പറയാണ്. ഇങ്ങനെ കുടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ദോഷമല്ലേ, അതിൽ കയറുന്ന പാസഞ്ചേഴ്സിനും പിന്നെ വഴി പോകുന്ന ആൾക്കാർക്കൊക്കെ ദോഷമാണ് എന്നൊക്കെ രീതിയിൽ ഒരു നെഗറ്റീവ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അവന്റെ കൂട്ടുകാരനോട് പറയാണ്. അയാൾ അതുപോലെ ചെയ്യും. ഈ വീഡിയോ നന്നായിട്ട് റീച്ച് ആവും ചെയ്യും കേട്ടോ. റീച്ച് ആവും. സച്ചി മാത്രം ഇത് കണ്ടിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും ഇത് കാണുന്നുണ്ട്.
അങ്ങനെ ആ വീഡിയോ എല്ലാരും കാണുന്നുണ്ട്. ആ വീഡിയോ രേവതി കാണും. രേവതിയുടെ വീട്ടിൽ പോകുമ്പോഴാണ് രേവതി ഈ വീഡിയോ ശരത്ത് രേവതിക്ക് കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങനെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഒക്കെ ചേച്ചി പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്താറില്ലേ. ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നും ഇന്നേ വരെ വണ്ടി ഓടിക്കുക ആർക്കും അപകടം വരുത്തൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് കാരണം ഇപ്പൊ ഞങ്ങൾക്കും കൂടി നാണക്കേടാവാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പൊ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇത് സച്ചിനെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി എനിക്കറിയില്ല അമ്മ, എന്തെങ്ങനെ പ്രശ്നമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. സച്ചിയുടെ വീട്ടില് രവീന്ദ്രനും ചന്ദ്രയും ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് ശ്രുതിയും കൂടി കയറി വരിക. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ആകെ നാണക്കേടായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയാണ്. എന്താണ് പ്രശ്നം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, സച്ചി കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങാൻ എനിക്കല്ല എല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും എന്ന് പറയാണ്. അപ്പൊ ശ്രീകാന്തും വർഷയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്താണ് പ്രശ്നം എന്ന്. ഇപ്പൊ കാണിച്ചു തരാം, ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ടിവിയിലിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇവന്റെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അത് രവീന്ദ്രന് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് പറയും, ഇത് സച്ചിയേട്ടനല്ലേ, സച്ചിയേട്ടൻ ഒരിക്കലും കള്ളു ഒടിച്ചിട്ടൊന്നും വണ്ടി ഓടിക്കില്ല, ഇത് ആരും വെറുതെ ഉണ്ടാക്കിയതായിരിക്കും എന്ന് പറയാ. ഇത് സച്ചിനെ ആണല്ലോ, അത് എല്ലാവർക്കും മനസ്സിലായില്ലേന്ന് ശ്രുതി പറയാണ്. അന്ന് ശ്രുതിനെ കുറിച്ചിട്ട് കുറ്റം പറയാനും ശ്രുതി പാർക്ക് പോയി ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സച്ചിക്ക് പറ്റി. ഇപ്പൊ ഈ സച്ചി കാരണം ഞങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? കുടുംബക്കാരുടെ മുഖത്തൊക്കെ നമ്മൾ എങ്ങനെ നോക്കുക ഇനി? കള്ളു കുടിച്ച് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് കൂടി ഇതാണെന്ന് പറയാൻ കേട്ടോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പൊ എല്ലാരും ഇതിങ്ങനെ വലിയ പ്രശ്നമാക്കുന്നത്? സച്ചേട്ടൻ കുടിച്ചു കുടിച്ചാൽ എന്താ, സച്ചേട്ടന്റെ കാറിൽ ഇരുന്നിട്ടല്ലേ സച്ചേട്ടൻ കുടിച്ച്, അതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതെന്ന് പറയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, കുടിക്കുന്നത് ഒരു പ്രശ്നമല്ല വർഷ, പക്ഷെ കുടിച്ചിട്ട് അവന് ആൾക്കാരെ കൊണ്ട് ട്രിപ്പൊക്കെ പോകുന്നില്ലേ, അപ്പൊ അതാണ് പ്രശ്നം. കുടിച്ചിട്ട് ഒരു ടാക്സി ഡ്രൈവർ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, അതാണ് എല്ലാരും പ്രശ്നമാക്കുന്നത്. ചാനലുകളിലും കൂടി ഇതാ വാർത്ത, എല്ലാരും ഇതാ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാം പോയി കള്ളുകൂടിയും കാരണം എല്ലാവരുടെയും മാനം അഭിമാനമൊക്കെ പോവുകയാണ്. എന്താ ചെയ്യാ, തേനെ കരളെന്ന് പറഞ്ഞ് നിങ്ങൾ വളർത്തിയതല്ലേ അവനെ, അവൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതൊരു തെറ്റേ ആയിരുന്നില്ല. എന്റെ ശ്രുതി എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ അത് വലിയ എന്തൊക്കെ ആക്കി നിങ്ങൾ പറയായിരുന്നല്ലോ. ഇപ്പൊ ഇവരെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ഇവൻ കാരണം ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? ഇങ്ങനെ ഒരു കള്ളുകൂടിയനെ പെറ്റ ഞാനിനി ആരുടെയൊക്കെ മുന്നിൽ തല കുനിക്കേണ്ടി വരും, ആരുടെയൊക്കെ മുന്നിൽ അപമാനിക്കപ്പെടും? എനിക്കിതൊന്നും ഓർക്കാനേ വയ്യ. നമ്മുടെ മോൻ കാരണം, ശ്രുതി കാരണം ആരുടെ മുന്നിൽ നമുക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ഇവൻ കാരണം നാട്ടുകാരുടെ മുന്നിലൊക്കെ തല കുനിക്കണം. ബന്ധുക്കളോട് എന്ത് പറയും? ഈ ശ്രുതിയുടെ അച്ഛനൊക്കെ ഇത് അറിഞ്ഞ എന്തായിരിക്കും? എനിക്ക് ഓർക്കാൻ തന്നെ വയ്യ. നിങ്ങളൊന്നും പറയണ്ട, അവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നിങ്ങൾ കൂട്ടു നിന്നിട്ട് അവൻ ഇങ്ങനെ ആയത്. ഇനി നിങ്ങൾ അവനെ ന്യായീകരിച്ചോളി, നിങ്ങൾക്ക് സമാധാനായില്ലേ? അപ്പോ ശ്രീകാന്ത് പറയുന്നത്, അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? എന്തിനിങ്ങനെ പറയുന്നത്? കാര്യം അറിയാതെ നമ്മൾ എന്തിനെങ്ങനെ ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? സച്ചിയേട്ടൻ വരട്ടെ എന്നിട്ടല്ലേ. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതി എവിടെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ എവിടെയെങ്കിലും പോട്ടെ, അവൾക്ക് എന്തെങ്കിലും അറിയണോ? ഭർത്താവ് കുടിച്ചാ എന്താ, കുടിച്ചില്ലെങ്കിൽ എന്താ, അവൾക്ക് എന്താ പ്രശ്നം? ആ ഭർത്താവ് പോയി കഴിഞ്ഞാൽ അവൾ ഇറങ്ങും ഒരു തണ്ട, പിന്നെ അവൾക്ക് എന്തെങ്കിലും അറിയണോ? ഇവിടെ വേറെ 2 മരുമക്കളുണ്ട്, അവരവരുടെ ഭർത്താക്കന്മാരെ എങ്ങനെയാ നോക്കുന്നത്? ഭാര്യമാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഭാര്യമാര് ശ്രദ്ധിക്കുമ്പോഴാണെന്നൊക്കെ പറഞ്ഞ് രേവതിനെയും കുറെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. രേവതിയുടെ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കാണ്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം. ഇപ്പൊ രവീന്ദ്രനെ ഒന്നും പറയാണ്ട് തല കുനിച്ച് നിൽക്കാട്ടോ. രവീന്ദ്രനെ ഒന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ കാണിക്കുന്നത് സച്ചിനെയാണ്. സച്ചിയുടെ കാറിൽ പാസഞ്ചേഴ്സ് സച്ചിനെ നിർബന്ധിച്ച് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അത്ര ദൂരം വന്നതിന്റെ പൈസ കൊടുത്തിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ സച്ചിക്ക് എന്താ വിഷയം എന്ന് അറിയില്ല. അപ്പൊ സച്ചി പറഞ്ഞു, സാർ സ്ഥലം എത്തിയിട്ടില്ലല്ലോ, ഞാൻ വേണമെങ്കിൽ വേറെ കാർ അറേഞ്ച് ചെയ്ത് തരാം, എന്താ പ്രശ്നം ചോദിക്കുകയാണ്. ഒന്നും വേണ്ട, നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോണിന്റെ അടുത്ത് എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൈസ കൊടുത്ത് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, സച്ചിക്ക് ആകെ വിഷമാവാണ് കേട്ടോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സച്ചിനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മധുസൂദനെയാണ്. മധുസൂദനാണ് ഈ വീഡിയോ കണ്ട് ആകെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. മധുസൂദനൻ എന്ത് ചെയ്തു, ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തിട്ട് പറയും, ഇങ്ങനെയുള്ള ഒരാളിനൊക്കെ വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നത് നിങ്ങൾ തെറ്റല്ലേ, ഇനിയെങ്കിലും അവനെ പിടിച്ച് ജയിലിലാക്ക്, അല്ലെങ്കിൽ അവന്റെ വണ്ടി പിടിച്ചു വെക്കുക, ലൈസൻസ് കട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അത് റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാർക്കും അവന്റെ വണ്ടിയിൽ ഇതറിയാതെ കയറുന്ന പാവ ആൾക്കാർക്കും കൂടി ദോഷമാണെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാണ്. അങ്ങനെ പോലീസുകാര് പാതി ഇവനെ കണ്ടുപിടിച്ച്
ഇവന്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ വണ്ടി നഷ്ടപ്പെട്ട വിഷമത്തില് സച്ചി വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ സച്ചി വീട്ടിലേക്ക് വരുമ്പോ സച്ചിന് ശ്രുതി ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റാണ് കേട്ടോ. കണ്ടു നിന്റെ വീഡിയോ ഒക്കെ നാട് മുഴുവൻ ഫേമസ് ആണ്, നീ ഇപ്പൊ ഫേമസ് ആയില്ലേ, നീ കാരണം ഞങ്ങക്ക് തല കുനിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, തല നിവർത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ നിനക്ക് ഈ കുടിയെന്നുള്ള പേരെങ്കിലും മാറ്റിക്കൂടെ, നിനക്ക് എന്തിനാണ് നാട്ടുകാരെ കാണിച്ച് ഇങ്ങനെ കുടിച്ചു നടക്കുന്നത് എന്ന് പറഞ്ഞതിന് സച്ചിക്ക് ദേഷ്യം വരുമ്പോ സച്ചി ഇവനെ അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഇതിന്റെ നടുവിൽ രവീന്ദ്രൻ നിൽക്കുമ്പോ രവീന്ദ്രനാണ് ദേഷ്യം വന്നിട്ട് രവീന്ദ്രൻ മാറി നിക്കണം അങ്ങോട്ട് പറഞ്ഞിട്ട് സച്ചിനോട് പിടിച്ചു മാറ്റിയിട്ട് സച്ചിക്ക് കൈ നീട്ടി ഒരു അടിയോട് കൊടുക്കുക കേട്ടോ സച്ചിക്ക്. അത് കിട്ടിയത് സച്ചി ആകെ ഷോക്കായി. അച്ഛനൊന്നും അറിയാതെ എന്തിനാണ് സച്ചിന് തല്ലീന്ന് പോലും സച്ചിക്ക് അറിയില്ല കേട്ടോ. എല്ലാരും ഷോക്കായി. അതിൽ സന്തോഷമായത് ശ്രുതിക്കാണ്. ശ്രുതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. രവീന്ദ്രൻ സച്ചിനെ അടിക്കുമ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. രേവതി ആകെ കരയാറാവും. സച്ചിക്ക് നല്ല വിഷമാവും. സച്ചിയുടെ കണ്ണിലൊക്കെ വെള്ളം നനയും. അപ്പൊ സച്ചി പറയും, അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ പാറിപ്പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ കുടിച്ചിട്ട് ഇന്നേ വരെ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നീ കുടിച്ചിട്ടല്ല രാത്രിക്ക് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരില്ലെന്ന് പറയാണ്. ശരിയാണ്, പക്ഷെ ഞാൻ കുടിച്ചിട്ട് ഇന്നേ വരെ ഒരാളെയും കൊണ്ട് വണ്ടിയിൽ പോയിട്ടില്ല അച്ഛൻ, ഞാൻ സത്യമാണ് പറയുന്നത് പറയണ. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇതൊന്നും പറയണ്ട, എല്ലാവരുടെ മുന്നിൽ എന്നെ തല കുനിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ, എനിക്കിനി നീ പറയുന്നത് ഒന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ എന്റെ മുന്നിൽ നിന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ കയറി പോവാണ്. സച്ചി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സച്ചി അവിടെ നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്